മലപ്പുറത്തെക്കുറിച്ചുള്ള ചോദ്യം. റിപ്പോർട്ടർ ടിവിയുടെ മൈക്ക് തട്ടിമാറ്റി ക്ഷുഭിതനായി വെള്ളാപ്പള്ളി നടേശൻ. ഈ ഒരു വാർത്ത നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും. വെള്ളാപ്പള്ളി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ക്ഷുഭിതനായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. സാധാരണ ഇപ്പോഴും മാധ്യമങ്ങളെ പ്രധാനപ്പെട്ട വേട്ടമൃഗം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് ഗോപി MP ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പുള്ളിക്ക് മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും, സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ പുള്ളി അങ്ങ് സ്ഥിരമായിട്ട് വേട്ടയാടും. അത് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി പഠിച്ചു എങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് ഇവരെ നേരിടേണ്ടതെന്നുള്ളത്. വെള്ളാപ്പള്ളിക്ക് ഓൾറെഡി അറിയാം മാധ്യമങ്ങളെ നേരിടണം എന്നുള്ളത്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കൺട്രോൾ പോയി നമ്മളിപ്പോൾ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിനകത്ത് വെള്ളാപ്പള്ളി ശിവഗിരിയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് SNDPയുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഇതിനകത്ത് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി ആദ്യം ഇങ്ങനെ പ്രൊവോക്ഡ് ആയിട്ട് ആ മൈക്ക് തട്ടി മാറ്റി ക്ഷുഭിതനായിട്ട് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഫേസ് ഉണ്ട്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടർ ചാനൽ ആദ്യമായിട്ടല്ല വെള്ളാപ്പള്ളിയോട് ഈ ഒരു ചോദ്യം, മലപ്പുറം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. കാരണം മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടൊരു വർഗീയ പരാമർശം വെള്ളാപ്പള്ളി ഇതിനു മുമ്പ് ഒന്നിൽ കൂടുതൽ തവണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് റിപ്പോർട്ടർ ചാനലിലെ ആൾക്കാർ റിപ്പോർട്ടർ ചാനലിൻ്റെ അടുത്ത് മൈക്ക് കണ്ടപ്പോഴത്തേക്കും റിപ്പോർട്ടർ ചാനൽ അല്ലേ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി തട്ടി മാറ്റുന്നത്. അപ്പോൾ ഈ മലപ്പുറം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വെള്ളാപ്പള്ളിയുടെ ആ ഒരു പ്രസ്താവന, ഒരു വർഗീയ പ്രസ്താവന, ആ വർഗീയ പ്രസ്താവന വെള്ളാപ്പള്ളി ആദ്യം പറയുന്നു, റിപ്പോർട്ടർ ചാനലും ചോദിക്കുന്നു. പിന്നീട് അയ്യപ്പ സംഗമ വേദിയിൽ വെള്ളാപ്പള്ളി പിണറായി എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പം വരുന്നു. അപ്പോൾ പിണറായി സഖാവിനോടൊപ്പം തന്നെ കണ്ടപ്പോഴത്തേക്കും വീണ്ടും എന്തിന് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ഒരേ വേദിയിൽ, അത് അയ്യപ്പ സംഗമ വേദിയിലേക്ക് എന്തിന് ക്ഷണിച്ചു, മുഖ്യമന്ത്രിയുടെ കാറിൽ എങ്ങനെ വന്നു, വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളിയെ LDF സർക്കാരും മുഖ്യമന്ത്രിയും പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ ചോദിക്കുന്നത് കണ്ടതാണ്, പല രാഷ്ട്രീയക്കാരോടും ചോദിക്കുന്നത് കണ്ടതാണ്. വെള്ളാപ്പള്ളിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി സർക്കാരിനെയാണ്. ഇപ്പോൾ ഇതേ വേദിയിൽ വെച്ച് തന്നെ പിണറായി വിജയൻ മൂന്നാമതും നയിക്കട്ടെ, എന്താ കുഴപ്പമെന്ന് ചോദിച്ച് മുഷ്ടി ചുരുട്ടി പ്രതികരിച്ച ഒരു ഫുട്ടേജ് കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുള്ളി പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയാണ്, LDF ഗവൺമെൻറ്റിനെയാണ്. ഇനി ഈ വിഷയത്തിൽ പ്രൊവോക്കേഷൻ ഒന്ന്, മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആരോടാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. മാധ്യമങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഈ ചോദ്യം ചോദിക്കലും ചോദ്യം ചെയ്യലും എൻ്റെ രണ്ടാണ്. കാരണം ചോദ്യം ചെയ്യലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് മാത്രമാണ് അധികാരമുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് മാധ്യമങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കുറച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാർ മാധ്യമം പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മുന്നിൽ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം, അതായത് പോലീസുകാരെപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം. അപ്പോൾ ഇവരുടെ ഒരു ലൈൻ അതാ. ഇപ്പോൾ സുരേഷ് ഗോപി കുറച്ചു കാലം മുന്നേ ഒരു പത്രപ്രവർത്തകരുടെ അടുത്ത് അങ്ങനെ എല്ലാം നമ്പർ തൊട്ടപ്പോഴത്തേക്ക് ആ പത്രപ്രവർത്തക എങ്ങനെയാണ് പ്രതികരിച്ച് നമ്മൾ കണ്ടതാ. സുരേഷ് ഗോപി ഒരു ദുരുദ്ദേശത്തിലൊന്നും അല്ല അങ്ങനെ സംസാരിച്ചത്. പക്ഷേ ആ മാധ്യമ പ്രവർത്തക അതിനെ വളച്ചൊടിച്ച്, അത് എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം മീഡിയ വൺ എന്ന് പറയുന്നത് BJP രാഷ്ട്രീയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന ഒരു TV ചാനലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യത്തുള്ളൂ. അത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മാധ്യമ ധർമ്മത്തിന് ചേർന്ന ഒരു പ്രവൃത്തി അല്ലത്. സുരേഷ് ഗോപി ഇപ്പോൾ ഒരാളുടെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് ഒന്നാമത്തെ കാര്യം. പക്ഷേ ആ തൊട്ടതിനെ എങ്ങനെയൊക്കെ അവർ വളച്ചൊടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ വലിയ കാര്യം. അപ്പോൾ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി, അയാൾ പറഞ്ഞ കാര്യം എന്താണ്? കുറച്ചു കാലം മുന്നേ അയാൾ നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറത്ത് മുസ്ലിംസിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ മലപ്പുറത്ത് SNDPയുടെയോ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനായിട്ട് SNDPക്ക് മലപ്പുറത്ത് അങ്ങനെ ഇല്ല. അപ്പോൾ SNDPയുടെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് മലപ്പുറത്ത് പറ്റില്ല എന്നുള്ളതാണ്. പുള്ളി ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്തും കാസർഗോഡും വയനാടും SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർഗീയ, പിന്നെ മലപ്പുറം മുസ്ലിംസിനെ പറ്റിയാണ് പുള്ളി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രസ്താവനയോട് എനിക്ക് തീർത്തും വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളങ്ങനെ മുസ്ലിംസ്, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് ചേരിതിരിഞ്ഞ് ആൾക്കാരെ മതപരമായിട്ട് കാണേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ വർഗീയത ആര് പറഞ്ഞാലും അത് വർഗീയത തന്നെയാണ്. മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് എന്താ കുഴപ്പമെന്താ? ഇനി അതിൽ തന്നെ ഇപ്പോൾ മലപ്പുറത്തെ മുസ്ലിംസ് എന്നല്ല, കേരളത്തിലെ മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, വർഗീയത ആര് എവിടെ കാണിച്ചാലും, അതിപ്പോൾ മലപ്പുറത്ത് നിന്നല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് മതത്തിലുള്ള ആൾക്കാർ എവിടെ വർഗീയത കാണിച്ചാലും അവരെ ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് പൊതുവായിട്ട് അടച്ചാക്ഷേപിച്ച് കളയരുത്. കുറച്ചു കാലം മുന്നേ നമ്മുടെ PC ജോർജ് സ്ഥിരമായിട്ട്, ഇപ്പോൾ പൂഞ്ഞാറിലെ ഏറ്റവും കൂടുതൽ PC ജോർജിന് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടെന്നല്ല, വിജയ സാധ്യത തീരുമാനിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടായിരുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടായിരുന്നു. പിന്നീടാണ് PC ജോർജ് സ്ഥിരമായിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്താനായിട്ട് തുടങ്ങിയത്. അതുപോലെ തീർത്തും ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ
വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ തെറ്റായിട്ടുള്ള കാര്യത്തെ ഒന്നിൽ കൂടുതൽ തവണ ചോദ്യം ചെയ്യുന്നു. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന LDF സർക്കാരിനോട് ഇപ്പോൾ ചേർന്ന് വെള്ളാപ്പള്ളി നിൽക്കുന്നത് കൊണ്ട് LDF സർക്കാരിന് വെള്ളാപ്പള്ളിയെ അടച്ചാക്ഷേപിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു വർഗീയ പരാമർശമാണെങ്കിൽ LDF സർക്കാർ അയാൾ പറഞ്ഞത്, വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു വർഗീയതയാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല, അടച്ചാക്ഷേപിക്കുന്നില്ല, അല്ലെങ്കിൽ പുള്ളിയെ തള്ളിക്കളയുന്നില്ല, പുള്ളിയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഇല്ല. ഈ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഓൾറെഡി ഒരു പരാമർശം പറഞ്ഞു, വേണമെങ്കിൽ സൗമ്യമായിട്ട് ചോദിക്കാം, താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ താങ്കൾ ആ പറഞ്ഞതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതേസമയത്ത് പുള്ളിയെ എവിടെ വെച്ച് കണ്ടാലും മലപ്പുറത്ത് ആ വിഷയം എന്ന് പറഞ്ഞതിനെ പറ്റി ഇപ്പം എന്താണ് വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളത്, വർഗീയ പരാമർശം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പ്രൊവോക്ഡ് ആവും. ആ പ്രൊവോക്കേഷനാണ് നമ്മൾ ഇന്ന് മൈക്ക് തട്ടിമറിച്ചിലൂടെ കാണുന്നത്. ഇനി എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ LDF സർക്കാർ വെള്ളാപ്പള്ളിയെ ഈ ഒരു വിഷയത്തിൽ കംപ്ലീറ്റ്ലി പുള്ളി പറഞ്ഞത് വർഗീയ പരാമർശമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല? എന്തുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചു? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറച്ചധികം കാലം മുന്നേ ഇതേ പിണറായി വിജയൻ തന്നെ ഡൽഹിയിൽ വെച്ചിട്ട് ഈ മലപ്പുറം റിലേറ്റഡ് ആയിട്ടുള്ള മുസ്ലിംസിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇതേപോലെ. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് LDF സർക്കാരിന് മുമ്പ് അച്യുതാനന്ദൻ ഒരു പ്രസ് മീറ്റിൽ നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ പറ്റി ഇതേ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ CPM-നും അല്ലെങ്കിൽ LDF സർക്കാരിനും ഇതേപോലെ ഒരു പ്രസ്താവന നടത്തിയ ഒരു പാരമ്പര്യം, ഒരു ചരിത്രം അവർക്കുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ ബാക്കിയായിട്ടാണ് വെള്ളാപ്പള്ളി ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും LDF സർക്കാരിനും പിണറായി വിജയനും ഇതേ അഭിപ്രായം അവർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അവിടെ UDF-നും ലീഗിനും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നൊരു ഏരിയ ആയതുകൊണ്ടും ഇവർക്ക് വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി റിലേറ്റഡ് ആയിട്ടുള്ള SNDP അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ ബേസ് ചെയ്തൊരു വലിയ വോട്ട് കേരളത്തിലുണ്ട്. ആ വോട്ട് സ്വാഭാവികമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് LDF സർക്കാരിനാണെന്നുള്ളത് പിണറായി വിജയന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വർഗീയ പരാമർശം നടത്തിയതിന് ശേഷവും വെള്ളാപ്പള്ളിയെ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. അപ്പോൾ അയ്യപ്പ സംഗമത്തിന് പുള്ളി അവിടെ വരികയും പിണറായി വിജയൻ്റെ ഒപ്പം ആ സ്റ്റേജ് ഷെയർ ചെയ്യുകയും ഒരുമിച്ച് യാത്ര ചെയ്ത് ആ വണ്ടിയിൽ തന്നെ, മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു വ്യക്തിപ്രഭയിൽ കിട്ടുന്ന സമുദായ വോട്ടുണ്ട്. ആ വോട്ട് LDF സർക്കാരിന് വേണം എന്നിരിക്കുകയാണ് പുള്ളിയുടെ ഈ വർഗീയ പരാമർശത്തെ LDF സർക്കാർ തള്ളിക്കളയാത്തത്. പക്ഷേ വെള്ളാപ്പള്ളിക്കത് വിഷയമല്ല. കാരണം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചോളം പുള്ളി പറഞ്ഞത് എന്താണ്? പുള്ളിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പുള്ളി സംസാരിച്ചു എന്ന് ഇപ്പോൾ പറയുന്നുള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയ പരാമർശങ്ങളുടെ യഥാർത്ഥ അർത്ഥങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ ആ വർഗീയ പരാമർശം പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്നും LDF സർക്കാർ ഒരിക്കലും ചോദിക്കത്തേയില്ല. കാരണം അവർക്ക് വേണ്ടത് വോട്ട് തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെപ്പറ്റി വെള്ളാപ്പള്ളിയോട് സംസാരിക്കുമ്പോഴത്തേക്കും മാന്യതയില്ലാത്തൊരു ഒരു രീതി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കാരണം ചോദ്യം ചെയ്യുക, അതായത് ഒരു പ്രതിയെ കാണുന്ന പോലെ അങ്ങ് എന്തും ചോദിച്ചേക്കാം. ഇപ്പോൾ ദിലീപിൻ്റെ വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഡ്രോൺ പറത്തിയതുപോലെയാണ് റിപ്പോർട്ടർ ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ചോദിക്കുക. അതായത് ഞങ്ങൾക്ക് എല്ലാത്തിനുള്ള അധികാരമുണ്ട്, ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി റൈറ്റ് ഉണ്ട്. ഇവിടെ വെള്ളാപ്പള്ളി വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയെ എതിർക്കാം, പുള്ളിയോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ പുള്ളിയുടെ പ്രസ്താവനയെ നമ്മൾ കടന്നാക്രമിച്ച് അയാളുടെ ഒരു സ്പേസിലേക്ക് കയറി ചെന്ന് മൈക്കും കുത്തിക്കെറ്റിയിട്ട് ഇപ്പത്തിന് ഉത്തരം പറ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോഴത്തേക്കും ആരായാലും പ്രൊവോക്ഡ് ആയി പോകും. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി ഇനി ഒരിക്കലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഇതിനൊരു ക്ലാരിറ്റി നമുക്ക് തരാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ആരാണ് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF സർക്കാരിനെയാണ് പുള്ളി ടാർഗറ്റ് ചെയ്തത്. അതായത് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴല്ല, പണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് UDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി അവിടെ പറഞ്ഞ് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഇനി പിണറായി വിജയൻ ഒരിക്കൽ കൂടെ വരട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ റിപ്പോർട്ടറിൻ്റെ യഥാർത്ഥ ചോദിക്കാൻ ഉദ്ദേശിച്ച ഇവർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.5 വർഷമായിട്ട് ഇവിടെ പിണറായി വിജയനാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 9.5 വർഷമായിട്ട് വെള്ളാപ്പള്ളിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, SNDPയുടെ ഒരു സ്കൂളോ വിദ്യാഭ്യാസ സ്ഥാപനമോ മലപ്പുറത്തോ കാസർഗോഡോ വയനാടോ തുടങ്ങാനായിട്ട് സാധിക്കും. അതിൻ്റെ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്താൽ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലത്ത് തുടങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചാൽ മതി. ഈ ചോദ്യം പക്ഷേ ഈ പിടിച്ചു നിർത്തി ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുമ്പോഴത്തേക്കും അത് വെള്ളാപ്പള്ളി എന്നല്ല ആരായാലും അതിന്
കൃത്യമായിട്ട് പ്രതികരിക്കണമെന്നില്ല, മറുപടി പറയണമെന്നില്ല. ചിലപ്പോൾ അവർ പ്രൊവോക്ഡ് പോയി എന്നിരിക്കും. മാധ്യമങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് ഈ കാര്യത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. എനിവേ, LDF സർക്കാരിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരിക്കലും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാനായിട്ട് പറ്റില്ല. പിണറായി വിജയനെയും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഷെയർ ഭയങ്കരമായിട്ട് അവരെ നെഗറ്റീവായിട്ടത് ബാധിക്കും. പിന്നെ വെള്ളാപ്പള്ളി LDF സർക്കാരിൻ്റെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴത്തേക്കും അതിനകത്ത് BJPക്ക് കൃത്യമായിട്ടൊരു റോൾ കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ പിന്നിലെ കൂർമ്മ ബുദ്ധി എന്ന് പറയുന്നത് BJP ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കുറച്ചധികം കാലം BJP ആയിട്ട് ചേർന്ന് നിന്ന ആളാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളി ഇന്ന് LDF സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിംസിനെ, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള മുസ്ലിംസിനെ മതപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴത്തേക്കും ഇപ്പുറത്ത് BJPയുടെ ഡ്യൂട്ടി കുറച്ചുകൂടെ കുറയുക. LDF സർക്കാരിനാണെങ്കിൽ വെള്ളാപ്പള്ളി ആവശ്യമുള്ളതുകൊണ്ട് പുള്ളിയെ തള്ളി പറയാൻ പറ്റുന്നുമില്ല. ഇപ്പോൾ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലാണ് പിണറായി വിജയനും LDF സർക്കാരും നിൽക്കുന്നത്. എനിവേ, എന്തായാലും ഇതിനകത്തുള്ള ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഇയാളുടെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തെക്കുറിച്ചല്ല. കാരണം അത് നേരത്തെ കഴിഞ്ഞ ടോപ്പിക്കാണ്, നമ്മളതിനെപ്പറ്റി മുന്നേ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തിട്ട് പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടറിൻ്റെ മൈക്ക് മാത്രം എന്തുകൊണ്ട് തട്ടുമാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ സ്ഥിരമായിട്ട് ഈ ഒരു ചോദ്യം ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത് പോലെ വെള്ളാപ്പള്ളിയോട് ചോദിച്ചുകൊണ്ടാണ്. ഇത്രയൂടെ പൊളൈറ്റായിട്ട് വേണം മാധ്യമങ്ങൾ എപ്പോഴും ഒരു വ്യക്തിയോട് സംസാരിക്കാനായിട്ട്. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനുള്ള റൈറ്റ് ഒന്നുമില്ല. മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെത്തും എന്തും എങ്ങനെയും പ്രവർത്തിക്കാം, ചോദിക്കാം എന്നുള്ള ഒരു ലൈസൻസായിട്ട് നിങ്ങൾ വിചാരിച്ച് കളയരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് വലിയ പ്രോബ്ലംസിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട വർഗീയ പരാമർശം LDF സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ എങ്ങനെ എടുക്കുന്നു, അതിനുള്ള അവരുടെ നിലവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് മേ ബി ഇന്നത്തെ അന്തി ചർച്ചയിലൊക്കെ വലിയ ചർച്ചയാകുമായിരിക്കാം. ചർച്ചയാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം.